പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുക്കുന്നത് കോപ്പറേറ്റീവ് ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയാണ്. ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോർഷനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്ലാസ്സിലേക്ക് കിടക്കുന്നു. നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ്. എന്താണ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്? ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ചാപ്റ്റർ 9, അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂളിൻ്റെ ചാപ്റ്റർ 9. ഓക്കെ, ആ ചാപ്റ്റർ 9 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ് ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 69, 69A, 70, 70A, 70Bയും അതുകൂടാതെ റൂള് 67ഉം റൂള് 68ഉം. അപ്പൊ ഏതൊക്കെ ഏരിയ ഡിസ്കസ് ചെയ്യുന്നത്? ഏതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്? ഒന്ന് സെക്ഷൻ 69, 69A, 70, 70A, 70B. ഇത് കൂടാതെ റൂളാണെങ്കിൽ റൂള് 67ഉം റൂള് 68ഉം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ ആൻസർ മോഡലിലാണ് നമ്മൾ ഈ ഒരു ഏരിയ കവർ ചെയ്യുന്നത്. നമ്മൾ നേരെ ക്വസ്റ്റിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, establishment or management of a society, capable of being the subject of litigation and includes a claim in respect of any sum payable to or by a society, whether such claim be admitted or not. Okay, അപ്പോൾ ഇത് പറയുന്നത് ഡിസ്പ്യൂട്ടിന്റെ ഡെഫിനിഷനാണ്. ഡിസ്പ്യൂട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഏത് ഏരിയയിലാണ്? സെക്ഷൻ ഏരിയ. നമ്മൾ അറിയാം, സെക്ഷൻ ഏരിയ എടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ 2I. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2I പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ്. സെക്ഷൻ 2I എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡിസ്പ്യൂട്ടാണ്. ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എനി മാറ്റർ ടച്ചിങ്, എന്തിനെയൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ? ദ ബിസിനസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ, കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ബൈലോയിൽ പറയുന്ന കണ്ടന്റുകളുമായിട്ട് ബന്ധപ്പെട്ടോ, എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു എംപ്ലോയീസിന്റെ സേവന വേതന വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടോ, ദെൻ മാനേജ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടോ എന്തുണ്ടാവാം? തർക്കം, ലിറ്റിഗേഷൻ, നിയമ നടപടികൾ വരാം, ലിറ്റിഗേഷൻ. ആൻഡ് ഇൻക്ലൂഡ്സ്, ഡിസ്പ്യൂട്ടിനകത്ത് എന്ത് വരാം? എ ക്ലെയിം, ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു അവകാശവാദം. ഇൻ റെസ്പെക്ട് ഓഫ്, ഏതുമായിട്ട് ബന്ധപ്പെട്ട്? എനി സം, SUM, എനി സം, തുക. പേയബിൾ ടു, സൊസൈറ്റിക്ക് നൽകുവാനുള്ളതോ പേയബിൾ ബൈ, സൊസൈറ്റി നൽകുവാനുള്ളതോ. വെദർ സച്ച് ക്ലെയിം, ആ ക്ലെയിം, ആ അവകാശവാദം അഡ്മിറ്റഡ് ഓർ നോട്ട്, സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇറ്റ്സ് എ മാറ്റർ ഓഫ് എന്താണ്? ഡിസ്പ്യൂട്ടാണ്. എന്തിന്റെ ഭാഗമാണ്? ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. ഡിസ്പ്യൂട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡിസ്പ്യൂട്ട് ആണത്. ഡിസ്പ്യൂട്ട് എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എ സൊസൈറ്റി, capable of being the subject of litigation and includes a claim in respect of any sum payable to or by a society, whether such claim be admitted or not. ആ ക്ലെയിം, അവകാശവാദം അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. ഇപ്പൊ ഡിസ്പ്യൂട്ടിന്റെ ഡെഫിനിഷൻ എവിടെയാ പറയുന്നത്? ഡിസ്പ്യൂട്ടിന്റെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 2C പറയുന്നുണ്ട്, സെക്ഷൻ 2I പറയുന്നുണ്ട്, ഡിസ്പ്യൂട്ട് സെക്ഷൻ 2F പറയുന്നുണ്ട്, ഡിസ്പ്യൂട്ട് സെക്ഷൻ 2K പറയുന്നുണ്ട്. ഓക്കെ, ഇത് എവിടെയാ പറയുന്നത്? ഡെഫിനിഷൻ എവിടെയാ പറയുന്നത്? ഡിസ്പ്യൂട്ടിന്റെ ഡെഫിനിഷൻ ആണ് സെക്ഷൻ 2I ഡിഫൈൻ ചെയ്യുന്നത്. എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എ സൊസൈറ്റി, capable of being the subject of litigation and includes a claim in respect of any sum payable to
or by a society whether such claim be admitted or not. ഇതിനെ എന്തായിട്ട് വിളിക്കും? ഡിസ്പ്യൂട്ട് എന്ന് പറയും. ഡെഫിനിഷൻ എവിടെയാ പറയുന്നത്? സെക്ഷൻ 2I. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നു. Dispute to be decided by cooperative arbitration court deals in section dash of KCS Act. എന്താണ് ക്വസ്റ്റ്യൻ? Dispute to be decided by cooperative arbitration court deals in section dash of KCS Act. നമുക്കറിയാം സെക്ഷൻ 9 പറയുന്നുണ്ട്. സെക്ഷൻ 9 അല്ല, സെക്ഷൻ 69 പറയുന്നുണ്ട്. എന്താ സെക്ഷൻ 69 പറയുന്നത്? ഡിസ്പ്യൂട്ട് to be decided by registrar and cooperative arbitration court എന്നാണ്. എന്താണ് പറയുന്നത്? ഡിസ്പ്യൂട്ട് to be decided by registrar and cooperative arbitration court. അവിടെ പറയുന്നുണ്ട്, ഇവിടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഓപ്ഷൻ? സെക്ഷൻ 68, സെക്ഷൻ 69, സെക്ഷൻ 70, സെക്ഷൻ 71. ഓക്കെ, അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഡിസ്പ്യൂട്ടിന്മേൽ തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് 2 പ്രധാനപ്പെട്ട അതോറിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് രജിസ്ട്രാർ ആണ്, 2 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ഓക്കെ, ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 69 പറയുന്നത്. ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും അതുകൂടാതെ രജിസ്ട്രാറുമാണ് തർക്കത്തിന്മേൽ തീരുമാനമെടുക്കുന്നത്. ഓക്കെ, അത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 69. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ. Dispute to be decided by registrar deals in section, നമ്മളിപ്പോ പറഞ്ഞ കാര്യമുള്ളൂ. Dispute to be decided by registrar അതും പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 69. ഓക്കെ, അപ്പൊ സെക്ഷൻ 69 പറയുന്നത് ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും ഉണ്ട്, അതുപോലെ ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ ആരും ഉണ്ട്? രജിസ്ട്രാറും ഉണ്ട്. രണ്ടും പറയുന്ന സെക്ഷൻ ഏത് തന്നെയാണ്? സെക്ഷൻ 69. ഡിസ്പ്യൂട്ടിന്റെ ഡെഫിനിഷൻ എവിടെയാണ്? 2I ആണ് ഡിസ്പ്യൂട്ടിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഡിസ്പ്യൂട്ടിന്മേൽ തീരുമാനമെടുക്കുന്ന ആരാന്ന് പറയുന്നത്? രജിസ്ട്രാറും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുമാണെന്ന് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 69 പറയുന്നത്. ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ. Which of the following dispute shall be referred to the registrar or arbitration court? താഴെ തന്നിരിക്കുന്നതിലെ ഏതൊക്കെ ഡിസ്പ്യൂട്ടുകളാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും രജിസ്ട്രാർക്കും എന്ത് ചെയ്യുന്നത്? റെഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിലെ ഏതൊക്കെ ഡിസ്പ്യൂട്ടുകളാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും അതേപോലെ തന്നെ രജിസ്ട്രാർക്കും റെഫർ ചെയ്ത് കൊടുക്കുന്നത്? ഏതൊക്കെ ഡിസ്പ്യൂട്ടുകളാണ്? നോക്കിയേ, താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് നോക്കിയേ. ഒന്ന്, എമംഗ് ദ മെമ്പേഴ്സ്, പാസ്റ്റ് മെമ്പേഴ്സ് ആൻഡ് പേഴ്സൺ ക്ലെയിമിംഗ് ത്രൂ മെമ്പേഴ്സ്, പാസ്റ്റ് മെമ്പേഴ്സ് ആൻഡ് ഡിസീസ്ഡ് മെമ്പർ. മെമ്പർമാർക്കിടയിലുള്ള തർക്കം. 2, ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എനി അതർ സൊസൈറ്റി, ഒരു സൊസൈറ്റിയും മറ്റൊരു സൊസൈറ്റിയും തമ്മിലുള്ള തർക്കം. 3, ബിറ്റ്വീൻ എ സൊസൈറ്റി ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി അഫിലിയേറ്റഡ് ടു ഇറ്റ്, ആ സൊസൈറ്റികൾ തമ്മിലോ അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റു സൊസൈറ്റികൾ തമ്മിലോ എന്തുണ്ടാവാം? തർക്കമുണ്ടാവാം. ദെൻ അടുത്തത്, ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് എ ഷുവർട്ടി ഓഫ് എ മെമ്പർ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് അതുകൂടാതെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുത്ത സമയത്ത് ഷുവർട്ടി, ആരാ ഷുവർട്ടി? ജാമ്യക്കാരൻ, ജാമ്യമായിട്ട് നിന്ന ആ വ്യക്തിയും തമ്മിൽ എന്തു വരാം? തർക്കം വരാം. അപ്പൊ ഇതിൽ ഏതൊക്കെ തർക്കങ്ങളാണ് രജിസ്ട്രാർക്കും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും റെഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ തർക്കവും പോകുന്ന ആരിലേക്ക് തന്നെയാണ്? രജിസ്ട്രാറും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കുമാണ്. ഈ പറഞ്ഞിരിക്കുന്ന അതായത് 69(1) പറയുന്നത് പാർട്ടീസ് ടു ഡിസ്പ്യൂട്ട് ആണ്. സെക്ഷൻ 69(1) സെക്ഷൻ 69 സബ്സെക്ഷൻ 1 പറയുന്നതിനെ കുറിച്ചാണ്. ഡിസ്പ്യൂട്ടിലെ പാർട്ടികൾ ആരൊക്കെയാണെന്നാണ്. ആരൊക്കെയാണ് ഡിസ്പ്യൂട്ടിലെ പാർട്ടികൾ? അതിൽ പറയുന്നവരാണ് ബിറ്റ്വീൻ ദ മെമ്പർ, എമംഗ് ദ മെമ്പർ, ബിറ്റ്വീൻ എ സൊസൈറ്റി ആൻഡ് അതർ സൊസൈറ്റി, between the society and managing committee members, between the society and a creditor, between the society and a debtor. ഇവരൊക്കെ പാർട്ടീസ് ടു ഡിസ്പ്യൂട്ട് ആണ്.
അപ്പം ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഡിസ്പ്യൂട്ടുകളാണ് രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്ക് റെഫർ ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാ ഡിസ്പ്യൂട്ടും പോകുന്നത് എങ്ങോട്ട് തന്നെയാണ്? രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കോ ആയിരിക്കും ഡിസ്പ്യൂട്ടുകൾ പോകുന്നത്. നമുക്കറിയാം ഡിസ്പ്യൂട്ടുകൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് മോണിറ്ററി ഡിസ്പ്യൂട്ടും ഉണ്ട്, രണ്ട് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും ഉണ്ട്. മോണിറ്ററി ദാറ്റ് മീൻസ് റിലേറ്റഡ് ടു മണി, പണപരമായ തർക്കമുണ്ട്, പണപരമല്ലാത്ത തർക്കമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയിയുടെ പ്രൊമോഷൻ സംബന്ധമായ തർക്കം പണപരമാണോ? അല്ല, നോൺ മോണിറ്ററി ആണ്. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് മോണിറ്ററി ആണോ? അല്ല, നോൺ മോണിറ്ററി ആണ്. അപ്പൊ ഡിസ്പ്യൂട്ടുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് മോണിറ്ററി ഡിസ്പ്യൂട്ടും ഉണ്ട്, രണ്ട് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും ഉണ്ട്. നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് ഈ രണ്ട് തരം ഡിസ്പ്യൂട്ടുകളും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അതോറിറ്റീസിനെയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് മോണിറ്ററി ആണെങ്കിൽ അതാരാണ്? രജിസ്ട്രാർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ആരാണ്? രജിസ്ട്രാർ ആണ്. നേരെ മറിച്ച് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ, പണപരമല്ലാത്ത തർക്കമാണെങ്കിൽ, നോൺ മോണിറ്ററി ആണെങ്കിൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ഓക്കെ, അപ്പം പണപരമായ തർക്കമാണെങ്കിൽ രജിസ്ട്രാർ ആണ്, പണപരമല്ലാത്ത തർക്കമാണെങ്കിൽ ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ഈ രണ്ട് അതോറിറ്റീസിനെയുമാണ് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഈ പണപരമായ തർക്കത്തിന് രജിസ്ട്രാറും പണപരമല്ലാത്ത തർക്കത്തിന് ആരെയും വെച്ചിരിക്കുന്നത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെയും അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റിനകത്ത് നമ്മൾ താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ അതായത് ഈ പറഞ്ഞ എല്ലാ മെമ്പേഴ്സുകൾക്കിടയിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും തമ്മിലുള്ള തർക്കം റെഫർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആരിലേക്കായിരിക്കും? രജിസ്ട്രാറിലേക്കായിരിക്കും, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കായിരിക്കും. ആരിലേക്കായിരിക്കും? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എ ഡിസ്പ്യൂട്ട് അറൈസസ് ബിറ്റ്വീൻ ദ സൊസൈറ്റി and a creditor of the society, such dispute shall be referred to dash in case of non-monetary dispute ആണ്. non-monetary dispute ഇത് പറയുന്ന സെക്ഷൻ 69 സബ്സെക്ഷൻ 1 പറയുന്ന സെക്ഷൻ 69 സബ്സെക്ഷൻ 1 സ്മോൾ ലെറ്റർ എച്ച്. സെക്ഷൻ 69 സബ്സെക്ഷൻ 1 ക്ലോസ് എച്ച്. എച്ച് എന്ന് പറയുന്ന ഖണ്ഡിക അതാണ് സെക്ഷൻ 69 ഉപവകുപ്പ് 1 എച്ച് എന്ന് പറയുന്ന ഖണ്ഡികയിൽ പറയുന്നുണ്ട്. എ ഡിസ്പ്യൂട്ട് അറൈസസ് ബിറ്റ്വീൻ ദ സൊസൈറ്റി, സൊസൈറ്റിയും അതേപോലെ തന്നെ ക്രെഡിറ്റർ ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ ആരാണ്? ക്രെഡിറ്ററും തമ്മിൽ ഒരു തർക്കം ഉണ്ടായാൽ ദാറ്റ് ഡിസ്പ്യൂട്ട് ഷാൾ ബി റെഫേർഡ് ടു ഡാഷ് ഇൻ കേസ് ഓഫ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. നോക്കിയേ, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്. ഇവിടെ ക്രെഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തർക്കം മോണിറ്ററിയാ. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നുണ്ട് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ, പണപരമല്ലാത്ത തർക്കമാണെങ്കിൽ ഇത് ആരിലേക്ക് റെഫർ ചെയ്യേണ്ടത്? നമുക്കറിയാം, ട്രിബ്യൂണൽ അല്ല, ഓംബുഡ്സ്മാൻ അല്ല, ദെൻ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്. ആരാണ് ആൻസർ? പണപരമല്ലാത്ത തർക്കമാണെങ്കിൽ ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്, ഓർത്ത് വെച്ചേക്കണം. മോണിറ്ററി ആണെങ്കിൽ, മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ രജിസ്ട്രാറും, നോൺ മോണിറ്ററി ആണെങ്കിൽ ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുമാണ്. നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, മോണിറ്ററി ആണെങ്കിൽ ആരാണ്? രജിസ്ട്രാർ ആണ്. അത് ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എ ഡിസ്പ്യൂട്ട് അറൈസസ് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് എ ക്രെഡിറ്റർ ഓഫ് ദ സൊസൈറ്റി സച്ച് ഡിസ്പ്യൂട്ട് ഷാൾ ബി റെഫേർഡ് ടു ഡാഷ് ഇൻ കേസ് ഓഫ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ആർക്കാ റെഫർ ചെയ്യേണ്ടത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കാണ് റെഫർ ചെയ്യേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എ ഡിസ്പ്യൂട്ട് അറൈസസ് ബിറ്റ്വീൻ എ സൊസൈറ്റി ആൻഡ് എ ക്രെഡിറ്റർ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സൊസൈറ്റിയും ക്രെഡിറ്ററും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് തന്നെയാണ്. ഓക്കെ, സച്ച് ഡിസ്പ്യൂട്ട് ഷാൾ ബി റെഫേർഡ് ടു ഡാഷ് ഇൻ കേസ് ഓഫ് മോണിറ്ററി ഡിസ്പ്യൂട്ട്. നോക്കിക്കേ, മോണിറ്ററി ഡിസ്പ്യൂട്ട് പണപരമായ തർക്കമാണ്. ഓക്കെ, പണപരമായ തർക്കമാണെങ്കിൽ ഇത് ആരിലേക്ക് റെഫർ ചെയ്യേണ്ടത്? പണപരമായ തർക്കമാണെങ്കിൽ ഇറ്റ് എന്താ ആരിലേക്ക് റെഫർ ചെയ്യേണ്ടത്? രജിസ്ട്രാറിലേക്കാണ് റെഫർ ചെയ്യേണ്ടത്. പണപരമായ തർക്കമാണെങ്കിൽ രജിസ്ട്രാർ ആണ്, പണപരമല്ലാത്ത തർക്കമാണെങ്കിൽ ഏതാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ഇവിടെ ക്രെഡിറ്റർ എന്ന് പറയുമ്പം അവിടെ നമുക്കറിയാം പണപരമാണ്,
പക്ഷെ എടുത്തിവിടെ പറയുന്നുണ്ട് മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും നോൺ മോണിറ്ററി എന്നും എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറയുന്നുണ്ട് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ രജിസ്ട്രാർ ആണ്, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. A dispute arising at any stage of an election commencing from the dash for election shall be deemed to be dispute arise in connection with the election. 69(2) സിയിൽ പറയുന്നുണ്ട്. സെക്ഷൻ 69(2) 69(2) പറയുന്നുണ്ട്. 69(2) പറയുന്നുണ്ട്. എന്താണ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്? ഏത് ഡേറ്റ് മുതൽ നടക്കുന്ന ഡിസ്പ്യൂട്ടുകളെയാണ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്? ഓക്കെ, ഒന്ന് ഓപ്ഷൻ എ പറയുന്നുണ്ട്. എന്താണ് ഓപ്ഷൻ എ? കൺവീനിങ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്. ഓപ്ഷൻ ബി ആഫ്റ്റർ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ഷൻ നോട്ടീസ്. ഓപ്ഷൻ സി ആഫ്റ്റർ പബ്ലിക്കേഷൻ ഓഫ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ്. ഓപ്ഷൻ ഡി ആഫ്റ്റർ കൗണ്ടിംഗ് വോട്ട്. ഇതാണ് 4 ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഏത് ഡേറ്റ് മുതൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. ഏതാണ്? കൺവീനിങ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് ഫോർ ദി ഇലക്ഷൻ. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്നത് മുതൽ ഉണ്ടാകുന്ന എല്ലാ ഡിസ്പ്യൂട്ടുകളെയും എന്ത് ഡിസ്പ്യൂട്ടാണ് കണക്കാക്കുന്നത്? എന്ത് ഡിസ്പ്യൂട്ടാണ്? ഇലക്ഷൻ ഡിസ്പ്യൂട്ടാണ്. ഇതാണ് ജനറൽ ബോഡി മീറ്റിംഗ്. ഇലക്ഷൻ സംബന്ധിക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കും ആദ്യം. അപ്പൊ ആ ഡേറ്റ് മുതൽ ഉണ്ടാകുന്ന എല്ലാ ഡിസ്പ്യൂട്ടുകളെയും എല്ലാ തർക്കങ്ങളെയും എന്തായിട്ടാ പറയുന്നത്? ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്നാ പറയുന്നത്. ഇലക്ഷൻ സംബന്ധമായ തർക്കം എന്നാ പറയുന്നത്. ഏത് ഡേറ്റ് മുതൽ? കൺവീനിങ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് ഫോർ ദി ഇലക്ഷൻ. ഇലക്ഷന് വേണ്ടിയിട്ട് പൊതുയോഗം വിളിക്കുന്നത് മുതൽ ഉണ്ടാകുന്ന എല്ലാ ഡിസ്പ്യൂട്ടുകളെയും എന്തായിട്ടാ പറയുന്നത്? ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതെവിടെയാ പറയുന്നത്? അത് പറയുന്നത് എവിടെയാ? 69(2) സിയിലാ പറയുന്നത്. 69(2) സിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്നത് മുതൽ ഉണ്ടാകുന്ന എല്ലാ ഡിസ്പ്യൂട്ടുകളെയും എന്തായിട്ടാ പറയുന്നത്? ഇലക്ഷൻ ഡിസ്പ്യൂട്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്പ്യൂട്ട് അറൈസിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇലക്ഷൻ ഓഫ് ദ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഓർ ആൻ ഓഫീസർ ഓഫ് ദ സൊസൈറ്റി entertained by the cooperative arbitration court unless it is referred to it within dash from the date of election. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 69(3). എവിടെയാ പറയുന്നത്? സെക്ഷൻ 69(3). അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റിനെ ഇലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസർ, ഓഫീസർ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ചെയർമാനോ വൈസ് ചെയർമാനോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന തർക്കങ്ങളോ, അത് അറിയാലോ നോൺ മോണിറ്ററി ആണ്. അത് ആരിലേക്കാ കൊടുക്കേണ്ടത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കാണ് പോകുന്നത്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കാണ് ഈ ഡിസ്പ്യൂട്ട് റെഫർ ചെയ്യേണ്ടത്. കാര്യം എന്തുകൊണ്ടാ? ഇതൊരു നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ആ ഡിസ്പ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്റർടൈൻ ചെയ്യണമെങ്കിൽ, ആ ഡിസ്പ്യൂട്ട് പരിഗണിക്കണമെങ്കിൽ ആ ഡിസ്പ്യൂട്ട് എത്ര സമയത്തിനകം ഫയൽ ചെയ്തിരിക്കണം? അതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ പറയുന്നുണ്ട് 1 month, 2 months, 3 months, 1 year. ഏതാണ്? 1 month, 2 months, 3 months, 1 year. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? 1 month ആണ്. 1 മാസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. ഓക്കെ, ഡിസ്പ്യൂട്ട് അറൈസ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇലക്ഷൻ ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഓർ ആൻ ഓഫീസർ ഓഫ് ദ സൊസൈറ്റി. സച്ച് ഡിസ്പ്യൂട്ട് എന്റർടൈൻഡ് ബൈ ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അൺലെസ് it is referred to it within 1 month from the date of election. 1 month from the date of election. ഇലക്ഷൻ നടന്ന ഡേറ്റ് മുതൽ 1 മാസത്തിനകം റെഫർ ചെയ്താൽ മാത്രമേ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഈ ഡിസ്പ്യൂട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? എന്റർടൈൻ ചെയ്യാൻ പാടുള്ളൂ. 1 month from the date of election. എവിടെയാ പറയുന്നത്? സെക്ഷൻ 69 സബ്സെക്ഷൻ 3. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഷാൾ ബി ഫയൽഡ് ബിഫോർ. ഓക്കെ, ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്തിന് എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന് എക്സാമ്പിൾ ആണ് ഇത് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്. ഇത് ആർക്കാ ഫയൽ ചെയ്യേണ്ടത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനാണ് റെഫർ ചെയ്യേണ്ടത്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. അതാണ് ആൻസർ.
ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഓർത്തു വെച്ചേക്കണം. മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാറും നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുമാണ് ഡിസ്പ്യൂട്ട് എന്ത് ചെയ്യേണ്ടത്, റെഫർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. സോ ഇറ്റ് ഷാൽ ബി ഫൈൽഡ് ബിഫോർ ആരാണ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The dispute regarding the seniority of employees shall be filed before. Seniority, അതായത് ഒരു എംപ്ലോയിയുടെ സീനിയോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കം. സീനിയോറിറ്റി എന്ന് പറയുന്നത് ഒരേ ഡേറ്റിൽ 2 പേര് ജോയിൻ ചെയ്തു. ഓക്കെ, പ്രൊമോഷൻ വന്നപ്പോഴത്തേക്ക് ഒരാളെ പരിഗണിച്ചു, മറ്റേ പരിഗണിച്ചില്ല. അപ്പൊ സീനിയോറിറ്റിയുടെ ക്വസ്റ്റ്യൻ അവിടെ വരും. അപ്പൊ ഇങ്ങനെ സീനിയോറിറ്റി സംബന്ധമായ തർക്കം, അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരണം, ഇത് മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ആണോ? സീനിയോറിറ്റി എന്താ, നോൺ മോണിറ്ററി ആണ്. അതുകൊണ്ട് തന്നെ ആർക്കാ ഫയൽ ചെയ്യേണ്ടത്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടോ സീനിയോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് മാറ്റേഴ്സ് വരും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടോ തർക്കങ്ങൾ ഉണ്ടായാൽ ആ തർക്കങ്ങൾ ആരിലേക്കാണ് റെഫർ ചെയ്യേണ്ടത്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കാണ് റെഫർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതെന്താണ്, നോൺ മോണിറ്ററി ആണ്. ഓക്കെ, അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടാ, 2 സൊസൈറ്റികൾ തമ്മിലുള്ള തർക്കം, 2 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് ഹിയർ ചെയ്യേണ്ട ആരാ, അത് സെറ്റിൽ ചെയ്യേണ്ടത് ആരാ, അത് RCS ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, 2 കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കിടയിലുള്ള തർക്കം അത് പരിഹരിക്കേണ്ടത് ആരാണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. All monetary disputes shall be filed within time limit specified in dash. Time limit, നമ്മൾ നേരത്തെ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് പറഞ്ഞ പോലെ തന്നെ പണപരമായ തർക്കവും ഫയൽ ചെയ്യണമെങ്കിൽ സമയമുണ്ട്. നമ്മൾ പറഞ്ഞു ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ 1 മന്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഏതിനുമുണ്ട്, മോണിറ്ററി ഡിസ്പ്യൂട്ടിനും ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. ടൈം ലിമിറ്റ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ നമ്മൾ പറയും. Okay, all monetary disputes shall be filed within the time limit specified in dash. ആ ടൈം ലിമിറ്റ് പറയുന്നത് സെക്ഷൻ 69(4) ഇവിടെ പറയുന്നത് സെക്ഷൻ 69 സബ്സെക്ഷൻ 4 ടൈം ലിമിറ്റ് പറയുന്നത്. ആ ടൈം ലിമിറ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ്, പണപരമായ തർക്കമാണെങ്കിൽ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് ഏതിൽ പറയുന്ന ടൈം ലിമിറ്റിൽ സബ്മിറ്റ് ചെയ്യണം, ഷെഡ്യൂള് എത്ര ഷെഡ്യൂൾ നമുക്ക്, ഷെഡ്യൂൾ 1 ഏതാണ്, അപ്പെക്സ് സൊസൈറ്റി ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി. 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. 3 ഏതാണ്, ടൈം ലിമിറ്റ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ ഏതിലാ പറയുന്നത്, ഷെഡ്യൂൾ 3 പറയുന്നത് ടൈം ലിമിറ്റ്. ഓക്കെ, അപ്പൊ ഓൾ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷാൾ ബി ഫയൽഡ് ബിഫോർ രജിസ്ട്രാർ ആസ് പെർ ദ ടൈം ലിമിറ്റ് സ്പെസിഫൈഡ് ഇൻ എവിടെയാണ്, ഷെഡ്യൂൾ 3. നമുക്കറിയാം ആക്ടിനോട് കൂടി 3 ഷെഡ്യൂൾ ഉണ്ടല്ലേ. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ആണ്. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ പണപരമായ തർക്കമാണെങ്കിൽ അത് ഷെഡ്യൂൾ 3 പറയുന്ന ടൈം ലിമിറ്റിനകം എന്ത് ചെയ്യണം, ഫയൽ ചെയ്തിരിക്കണം. ആർക്ക്, രജിസ്ട്രാർക്ക്. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഷെഡ്യൂൾ ഏതാണ്, ഷെഡ്യൂൾ 3 അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Cooperative arbitration court shall have the same powers as are vested in a civil court in respect of dash. നമുക്കറിയാം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറയുന്ന എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. ആർക്ക്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്. ഓക്കെ, ആ അധികാരങ്ങൾ എന്തൊക്കെയാണ്, 1 സമ്മണിങ് ആൻഡ് എൻഫോഴ്സിംഗ് ദ അറ്റൻഡൻസ് ഓഫ് എനി ഡിഫൻഡന്റ് ഓർ വിറ്റ്നസ്. ഓക്കെ, സാക്ഷികളോടോ പ്രതികളോടോ എന്ത് ചെയ്യാം, പ്രതികളോടോ സാക്ഷികളോടോ അല്ലെങ്കിൽ വാദികളോടോ എന്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം, ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടാം. അതിനുള്ള പവർ ഉണ്ട്. 2 ദ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെന്റ് ഓർ അതർ മെറ്റീരിയൽ ഒബ്ജക്ട് പ്രൊഡക്റ്റബിൾ ആസ് എവിഡൻസ്. തെളിവുകൾ ഇവർക്ക് മുമ്പാകെ എന്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം, ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. ഓക്കെ, അടുത്തത് ദ റെസിപ്റ്റ് ഓഫ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്. തെളിവുകള് സത്യവാങ്മൂലമായിട്ട് സ്വീകരിക്കാം. 4 ഇഷ്യൂയിങ് എനി കമ്മീഷൻ ഫോർ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്. സാക്ഷികളെ വിസ്തരിക്കുവാൻ വേണ്ടിയിട്ട് കമ്മീഷനെ വെക്കാം.
ഓക്കെ, അപ്പൊ ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും നമ്മൾ പറഞ്ഞ ഈ അധികാരങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ച 4 അധികാരങ്ങളും ആർക്കുള്ളതാണ്? ഒരു സിവിൽ കോടതിക്കുള്ള അധികാരങ്ങളാ. എന്തൊക്കെ അധികാരങ്ങള്? ഡിഫൻഡന്റിനെയോ അല്ലെങ്കിൽ വിറ്റ്നസിനോട് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടാം, തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടാം, അഫിഡവിറ്റ് സ്വീകരിക്കാം, വിറ്റ്നസ് സാക്ഷികളെ എന്താ പറയുക, സാക്ഷികൾ ഉണ്ടെങ്കിൽ അവരെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി, അവരെ വിസ്തരിക്കുവാൻ വേണ്ടിയിട്ട് കമ്മീഷൻ വെക്കാം. ഇതൊക്കെ ഒരു സിവിൽ കോടതിക്കുള്ള അധികാരങ്ങളാണ്. ഈ എല്ലാ അധികാരങ്ങളും, ഈ പറഞ്ഞ ഓൾ ഓഫ് ദീസ്, അതാണ് ആൻസർ. ഈ എല്ലാ അധികാരങ്ങളും ആർക്കുണ്ടായിരിക്കും? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനുണ്ടായിരിക്കും. ഓക്കെ, ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ആർക്കുണ്ടായിരിക്കും? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ആ അധികാരങ്ങൾ എന്തൊക്കെയാണ്? സാക്ഷികളോടോ പ്രതികളോടോ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം? ഈ ആർബിട്രേഷൻ കോർട്ടിന് മുമ്പായി ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടാം, തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. ദെൻ അതുപോലെ അഫിഡവിറ്റ്, സത്യവാങ്മൂലം സ്വീകരിക്കാം. അതുപോലെ തന്നെ വിറ്റ്നസ്, സാക്ഷികളെ വിസ്തരിക്കുവാൻ വേണ്ടിയിട്ട് സാക്ഷികൾക്ക് വന്നു പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു കമ്മീഷനെ വെക്കാം. അങ്ങനെയുള്ള എല്ലാ അധികാരങ്ങളും ആർക്കുണ്ടായിരിക്കും? ഒരു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ. ഈ അധികാരങ്ങളെല്ലാം കോപ്പറേറ്റീവ് ഒരു സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും ആർക്കും ഉണ്ടായിരിക്കും? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് ഡീൽസ് ഇൻ സെക്ഷൻ ഡാഷ്. ഇതാണ് അവാർഡ്, ഡിസ്പ്യൂട്ടിന്മേലുള്ള വിധി. അതെവിടെയാ പറയുന്നത്? സെക്ഷൻ 70 പറയുന്നത്. സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് എവിടെയാ പറയുന്നത്? സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് പറയുന്നത്. അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് മെൻഷൻഡ് ഇൻ എവിടെയാണ്? സെക്ഷൻ 70. ഡിസ്പ്യൂട്ട് പറയുന്നത് സെക്ഷൻ 69. അതിന്മേലുള്ള അവാർഡ് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 70. അവാർഡ് എന്ന് പറയുന്നത് എനി ഡിസിഷൻ ഓർ ഓർഡർ ഇൻ റൈറ്റിംഗ് ആണ്. ഓക്കെ, അതെവിടെയാ പറയുന്നത്? എവിടെയാ പറയുന്നത്? സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് പറയുന്നത്. ഓൺ റെസിപ്റ്റ് ഓഫ് റെഫറൻസ് ഓഫ് എ ഡിസ്പ്യൂട്ട് ഷാൾ പാസ് ആൻ അവാർഡ് വിത്തിൻ ഡാഷ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആൻഡ് ദ റൂൾസ് ആൻഡ് ദ ബൈലോ. ഇത് പറയുന്നത് സെക്ഷൻ 70(1) പറയുന്നത്. 70(1) സബ്സെക്ഷൻ 1. സെക്ഷൻ 70 സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ഒരു ഡിസ്പ്യൂട്ട് റെഫർ ചെയ്ത് കിട്ടിയാൽ, ഏത് ഡിസ്പ്യൂട്ട്? നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് റെഫർ ചെയ്ത് കിട്ടിയാൽ അതിന്മേലുള്ള ഒരു അവാർഡ്, ഒരു വിധി പറയണം. ഓക്കെ, ഒരു തീരുമാനം പറയണം. ആര്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് തീരുമാനം എടുക്കണം. ഏതിനനുസരിച്ച്? ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആൻഡ് ദ റൂൾസ് ആൻഡ് ദ ബൈലോ. ആക്ടിലും റൂളിനും ബൈലോയിലും പറയുന്നതനുസരിച്ച് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, എത്ര സമയത്തിനകമാണ് ആ തീരുമാനം എടുക്കേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 4 ഇയർ. ഏതാണ് ആൻസർ? 1 ഇയർ ആണ്. 1 ഇയർ, 1 വർഷത്തിനകം തീരുമാനം എടുക്കണം. തീരുമാനം വെച്ചാൽ ഷാൾ പാസ് ആൻ അവാർഡ് വിത്തിൻ 1 ഇയർ, വിത്തിൻ 1 ഇയർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്, ദ റൂൾസ് ആൻഡ് ദ ബൈലോ. ആക്ടിലും റൂളിലും ബൈലോയിലും പറയുന്നതിന് വിധേയമായി 1 വർഷത്തിനുള്ളിൽ, വിത്തിൻ 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഒരു അവാർഡ് ഇഷ്യൂ ചെയ്യണം. സെക്ഷൻ ഏതാ പറയുന്നത്? സെക്ഷൻ 70(1). ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോയിന്റ്മെന്റ് ഓഫ് ആർബിട്രേറ്റർ മെൻഷൻഡ് ഇൻ സെക്ഷൻ ഡാഷ്. എന്താണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ആർബിട്രേറ്റർ? ആർബിട്രേറ്റർ തർക്ക പരിഹാരകൻ. ഓക്കെ, നമുക്കറിയാം രജിസ്ട്രാർക്ക് ഒരു ഡിസ്പ്യൂട്ട് റെഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഒന്ന്, ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട് ബൈ ഹിംസെൽഫ്. അദ്ദേഹം തന്നെ ആ ഡിസ്പ്യൂട്ടിന്മേൽ എന്ത് ചെയ്യും? തീരുമാനം എടുക്കും. 2, refer it to a person authorized by the government in that behalf. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്പ്യൂട്ടിന്മേൽ തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഏതെങ്കിലും അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കും. 3ാമത്തെ പോയിന്റ്, അതായത് സി എന്ന് പറയുന്ന പോയിന്റ്, അതായത് സെക്ഷൻ 70 സബ്സെക്ഷൻ 4C. ഇതാണ് സെക്ഷൻ 70. ഇതാണ് സെക്ഷൻ 70 സബ്സെക്ഷൻ 4C. 4C എന്ന് പറയുന്നത് എന്താണ്? റെഫർ ഇറ്റ് ടു ആൻ ആർബിട്രേറ്റർ. എന്താണ്? റെഫർ ഇറ്റ് ടു ആൻ ആർബിട്രേറ്റർ. രജിസ്ട്രാർ എന്ത് ചെയ്യും? ആ കേസ്, ആ ഡിസ്പ്യൂട്ട് ആർക്ക് റെഫർ ചെയ്ത് കൊടുക്കും? ആർബിട്രേറ്റർക്ക് റെഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ 2-3 ക്വസ്റ്റ്യൻ ഇവിടെ ക്ലിയർ ആണ്. ആർബിട്രേറ്റർ എന്ന് പറയുന്നത് ആരപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയാണ്? ആർബിട്രേറ്റർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ.
ആർബിട്രേറ്റർ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ആർബിട്രേറ്റർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ. ഒരു ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ രജിസ്ട്രാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ നോട്ട് ബി ഈക്വൽ ഓർ സുപ്പീരിയർ ടു ദ റാങ്ക് ഓഫ് രജിസ്ട്രാർ എന്നാണ്. ആർബിട്രേറ്റർ ആയിട്ട് ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാറുടെ അതേ പൊസിഷനിലോ അല്ലെങ്കിൽ സുപ്പീരിയർ പൊസിഷനിലോ ഉള്ള ആളാവാൻ പാടില്ല. ആര്? ആർബിട്രേറ്റർ. അപ്പൊ രജിസ്ട്രാറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന കീഴ് ഉദ്യോഗസ്ഥനായിരിക്കണം ആരെന്ന് പറയുന്നത്? ആർബിട്രേറ്റർ. അപ്പൊ അത് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 70 സബ്സെക്ഷൻ 4 ക്ലോസ് സിയിലാണ് പറയുന്നത്. ആരെക്കുറിച്ച്? ആർബിട്രേറ്റർ. ഓക്കെ, ആർബിട്രേറ്റർ ആരാണ്? ആർബിട്രേറ്റർ എന്ന് പറയുന്നത് ഇസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട്. തർക്കത്തിന്മേൽ പരിഹാരം, തർക്ക പരിഹാരകൻ എന്നാണ് ആർബിട്രേറ്റർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഒരു തർക്കത്തിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? ആർബിട്രേറ്റർ. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഓഫ് ആർബിട്രേറ്റർ ഏത് സെക്ഷനാണ് പറയുന്നത്? സെക്ഷൻ 70 സബ്സെക്ഷൻ 4 ക്ലോസ് സിയിലാണ് ആരെ കുറിച്ച് പറയുന്നത്? ആർബിട്രേറ്ററെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡാഷ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് നമ്പർ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് as are necessary to exercise the powers and discharge the functions conferred on it. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ആരാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നതും രണ്ടും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് 70A സെക്ഷൻ 70A പറയുന്നത് കേട്ടോ. സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് 1/1/2000 ഭേദഗതിയാണത്. 1/1/2000 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഓക്കെ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അതുകൂടാതെ അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നതും ആര് തന്നെയാണ്? ആൻസർ ഏതാണ്? രജിസ്ട്രാർ, ഗവൺമെന്റ്, ആർബിട്രേറ്റർ, ലിക്വിഡേറ്റർ. ആര് തന്നെയാണ്? ഗവൺമെന്റ് ആണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നതും ആര് തന്നെയാണ്? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആണ് റൈറ്റ് ആൻസർ. ഓർത്ത് വെച്ചേക്കണം, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ആർബിട്രേഷൻ കോർട്ട് ഇൻ കേരള. കേരളത്തിൽ നിലവിൽ എത്ര ആർബിട്രേഷൻ കോർട്ട് ഉണ്ട്? നമുക്കറിയാം. സച്ച് നമ്പർ ഓഫ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അധികാരം ആർക്കുണ്ട്? ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, 70A പറയുന്നുണ്ട് ഗവൺമെന്റ് ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് നമ്പർ ഓഫ് ആർബിട്രേഷൻ കോർട്ട് ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള അധികാരം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്, രൂപീകരിക്കാം. അപ്പൊ നിലവിൽ കേരളത്തിൽ 2 ആർബിട്രേഷൻ കോർട്ടാണുള്ളത്. 2 ആർബിട്രേഷൻ കോർട്ട്. ഒന്ന് സദേൺ റീജിയൻ, അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. 2 നോർത്തേൺ റീജിയൻ, അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പൊ തിരുവനന്തപുരത്തും കോഴിക്കോടുമായിട്ട് 2 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ് നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് ആരാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന? ആരാണ്? ഗവൺമെന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഡീൽസ് ഡാഷ് ഡിസ്പ്യൂട്ട്. നമ്മൾ വീണ്ടും വീണ്ടും പറയുവാണ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഏതൊരു ഡിസ്പ്യൂട്ടാണ്? ഡിസ്പ്യൂട്ടാണ്? നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. പറയേണ്ട കാര്യമില്ല. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഏതാണ്? നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൻ 70A ഡീൽസ് വിത്ത് 70A ഞാനിപ്പോ പറഞ്ഞോളൂ. 70A ഏതാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. 70A സെക്ഷൻ 70A ഏതാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആണ് ഇത്. സെക്ഷൻ 70A. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊവിഷൻ ആസ് ടു പെൻഡിങ് പ്രൊസീഡിങ്സ് ഡീൽ ഇൻ സെക്ഷൻ. ഓർത്ത് വെച്ചേക്കണം, പ്രൊവിഷൻ ആസ് ടു പെൻഡിങ് പ്രൊസീഡിങ്സ്. അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് രൂപീകരിക്കുന്നത് വരെ ഈ 2 തരം ഡിസ്പ്യൂട്ട്, മോണിറ്ററി ആയിക്കോട്ടെ നോൺ മോണിറ്ററി ആയിക്കോട്ടെ, ദ ഡിസ്പ്യൂട്ട് ഷാൾ ബി ഡീൽഡ് ബൈ ഡെൽറ്റ് ബൈ ആരാണ്? രജിസ്ട്രാർ ആണ്. ഓക്കെ, അപ്പൊ ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് 1/1/2000 ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും 2003 മുതലാണ് അതിന് സാധ്യത വന്നത്. അപ്പൊ അങ്ങനെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് രൂപീകരിച്ചു കഴിഞ്ഞാൽ അതുവരെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്താ അത് നമുക്കറിയാം, മോണിറ്ററി ആർക്കാ പോകുന്നത്? രജിസ്ട്രാർക്കാണ്. ഓക്കെ, അപ്പൊ അതുവരെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും ആരിലേക്ക് റെഫർ ചെയ്യണം? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്ക് റെഫർ ചെയ്യണം. അതുവരെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും ആർക്ക് റെഫർ ചെയ്യണം? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കാണ് റെഫർ ചെയ്യേണ്ടത്.
അതാണ് പ്രൊവിഷൻ ആസ് ടു പെൻഡിങ് പ്രൊസീഡിങ്സ്. ഇത് പറയുന്ന സെക്ഷൻ ഏതാണ്? ഇത് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 70B ആണ്. എവിടെയാ പറയുന്നത്? 70B. ഇവിടെയുണ്ട് ബി ഇപ്പുറത്തായിട്ട്. 70B പ്രൊവിഷൻ ആസ് ടു പെൻഡിങ് പ്രൊസീഡിങ്സ് പറയുന്നത് 70B-യിലാണ്. നോക്കിക്കേ, 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. 70A. 70B ആണ് ഏത് പറയുന്നത്? പ്രൊവിഷൻ ആസ് ടു പെൻഡിങ് പ്രൊസീഡിങ്സ്. പ്രൊവിഷൻ ആസ് ടു പെൻഡിങ് പ്രൊസീഡിങ്സ് പറയുന്നത് 70B-യിലും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പറയുന്നത് 70A-യിലുമാണ്. ഓക്കെ, 70 പറയുന്നതോ അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് ആണ്. 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഇതൊക്കെ അറിഞ്ഞു വെച്ചേക്കണം. ദ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആരാണ്? ഗവൺമെന്റ് ആണ്. ഇതിന്റെ ഒരു ഹെഡ് ഉണ്ട്, ഒരു തലവനുണ്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ ഓഫീസർ, ഉദ്യോഗസ്ഥനുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട്, ജഡ്ജ് ഉണ്ട്, പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ട്, ഇലക്ടറൽ ഓഫീസർ ഉണ്ട്. ആരാണ് വിളിക്കുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ ഹെഡിനെ വിളിക്കുന്ന പേരെന്താ? പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസർ. ഓക്കെ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഹെഡഡ് ബൈ പ്രിസൈഡിംഗ് ഓഫീസർ. അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The presiding officer of cooperative arbitration court shall be an advocate having dash year of bar experience. എവിടെ പറയും? റൂൾ 67(4) പറയുന്നതാണ്. റൂൾ 67 സബ് റൂൾ 4. റൂൾ 67 സബ് റൂൾ 4 പറയുന്നുണ്ട് പ്രിസൈഡിംഗ് ഓഫീസറിന്റെ യോഗ്യത എന്താണ്? അത് ആരായിരിക്കണം? ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. ചുരുങ്ങിയത് എത്ര വർഷം? നോട്ട് ലെസ് ദാൻ 7 years of bar experience. നോട്ട് ലെസ് ദാൻ 7 years. ചുരുങ്ങിയത് മിനിമം 7 വർഷമെങ്കിലും ബാർ എക്സ്പീരിയൻസ് ഉള്ള, അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഫീസറെ വേണം എന്തായിട്ട് വെക്കാൻ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ. എന്താ യോഗ്യത എന്ന് പറയുന്നത്? ആൻ അഡ്വക്കേറ്റ് ഹാവിംഗ് നോട്ട് ലെസ് ദാൻ 7 years ഓഫ് ബാർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അദ്ദേഹമാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ ഹെഡ്. എന്താ അദ്ദേഹത്തിന് വിളിക്കുന്ന പേര്? പ്രിസൈഡിംഗ് ഓഫീസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ ബി ആൻ അഡ്വക്കേറ്റ് ഹാവിംഗ്, നമ്മളിപ്പോ പഠിച്ച നോട്ട് ലെസ് ദാൻ 7 years ഓഫ് ബാർ എക്സ്പീരിയൻസ്. അപ്പോയിന്റഡ് ബൈ ഹൂം? ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. ഓർത്തു വെച്ചാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. പ്രിസൈഡിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അഡ്വക്കേറ്റ് ആയിരിക്കണം. മിനിമം 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. ഗവൺമെന്റ് അയാളെ എത്ര കാലത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റഡ് ഫോർ എ പീരീഡ് ഓഫ് എത്രയാണ്? 3 years. അപ്പോയിന്റഡ് ഫോർ എ പീരീഡ് ഓഫ് 3 years. അതെവിടെയും അതും പറയുന്നത് എവിടെയാണ്? റൂൾ 67 സബ് റൂൾ 4. റൂൾ 67 സബ് റൂൾ 4 പറയുന്നുണ്ട് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഷാൾ ബി ആൻ അഡ്വക്കേറ്റ് നോട്ട് ലെസ് ദാൻ 7 years ഓഫ് ബാർ എക്സ്പീരിയൻസ് അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ എ പീരീഡ് ഓഫ് 3 years എന്ന് എവിടെയാ പറയുന്നത്? റൂൾ 67 സബ് റൂൾ 4. റൂൾ 67 സബ് റൂൾ 4. ഒരു കാര്യം വിട്ടുപോയി. എന്താ റൂൾ 67? ഓക്കെ, റൂൾ 67 കുറിച്ചാ പറയുന്ന. റൂൾ 67 റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട്. റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട്, പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ്, ഫീസ്, ഇതൊക്കെ പറയുന്ന റൂളാണ് ഏത്? റൂൾ 67. നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്പ്യൂട്ടിന്റെ റഫറൻസ് പറയുന്നത് ഡിസ്പ്യൂട്ട് മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാർക്കും നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കുമാണ് റഫർ ചെയ്യേണ്ടത് എന്ന് പറയുന്ന റൂൾ ഏതാണ്? റൂൾ 67 ആണ്. റൂള് 67 റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട്, പേയ്മെന്റ് ഓഫ് ഫീസും എക്സ്പെൻസ് ഒക്കെ പറയുന്നത് എവിടെയാണ്? റൂള് 67. അതുകൊണ്ട് റൂൾ 67 ഇത് പറയുന്നത്. ഓക്കെ, ആ റൂൾ 67 സബ് റൂൾ 4 പ്രിസൈഡിംഗ് ഓഫീസറിന്റെ യോഗ്യത പറയുന്നത്. എന്താ യോഗ്യത എന്ന് പറയുന്നത്? അഡ്വക്കേറ്റ് ആയിരിക്കണം. മിനിമം 7 വർഷം ബാർ എക്സ്പീരിയൻസ് വേണം. എത്ര കാലത്തേക്ക് അപ്പോയിന്റ് ചെയ്യും? 3 വർഷത്തേക്ക് അപ്പോയിന്റ് ചെയ്യും. ആര് അപ്പോയിന്റ് ചെയ്യും? ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The officers and employees of the cooperative arbitration court shall be appointed by. എന്താണ് ക്വസ്റ്റ്യൻ? ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ മാത്രം പോരാ, അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റു ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവും. ഓക്കെ, ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്?
ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ ബി അപ്പോയിന്റഡ് ബൈ. ഓക്കെ, ഇത് പറയുന്നത് എവിടെയാ പറയുന്നത്? സെക്ഷൻ 70A സബ്സെക്ഷൻ 4 സെക്ഷൻ 70A അതാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. അതിന്റെ 4 പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ആവശ്യമായിട്ടുള്ള ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ ആണ്. ആരാണ്? ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാർ ആണ്. ഓർത്തു വെച്ചേക്കണം, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ആവശ്യമായിട്ടുള്ള ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് അല്ലെങ്കിൽ, അതാണ് ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ ആണ്. ഗവൺമെന്റോ അല്ലെങ്കിൽ രജിസ്ട്രാറോ ആയിരിക്കും. ആൻഡ് അല്ല കേട്ടോ, ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ. എവിടെയാ പറയുന്നത്? സെക്ഷൻ 70 സബ്സെക്ഷൻ 4 ദെൻ 4 പറയുന്നത്. ഓക്കെ, 70A സബ്സെക്ഷൻ 4 കേട്ടോ. സെക്ഷൻ 70A സബ്സെക്ഷൻ 4 പറയുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ആവശ്യമായിട്ടുള്ള ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാർ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The presiding officer of the cooperative arbitration court shall be assisted by a secretary not below the rank of dash. Important question ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടല്ലോ, പ്രിസൈഡിംഗ് ഓഫീസർ an advocate having not less than 7 years of bar experience appointed for a period of 3 years by the government. പ്രിസൈഡിംഗ് ഓഫീസർ അദ്ദേഹത്തിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ആരുണ്ട്? ഒരു സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി ആരുണ്ട്? ഒരു സെക്രട്ടറി ഉണ്ട്. എന്താ സെക്രട്ടറിയുടെ യോഗ്യത? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ പറയുന്നുണ്ട്, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, അഡീഷണൽ രജിസ്ട്രാർ. ഓക്കെ, നോക്കിക്കേ, ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ ബി അസിസ്റ്റഡ് ബൈ എ സെക്രട്ടറി നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ. അതാണ് ആൻസർ. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ. സെക്ഷൻ ഏതാണ്? സെക്ഷനിലെ റൂൾ ഏതാണ്? റൂൾ 67 സബ് റൂൾ 4. പ്രിസൈഡിംഗ് ഓഫീസറെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ആരുണ്ടാവണം? ഒരു സെക്രട്ടറി ഉണ്ടാവണം. സെക്രട്ടറിയുടെ യോഗ്യത എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. എവിടെയാ പറയുന്നത്? റൂൾ 67 സബ് റൂൾ 4 പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The fees for deciding the dispute of monetary dispute shall be 50 paisa for every dash rupee. ഇതാണ് the fee for deciding dispute ആണ്. The fee for deciding dispute. ഡിസ്പ്യൂട്ടിന്മേൽ തീരുമാനമെടുക്കാനുള്ള ഫീസ്. ഓക്കെ, ഫീസ് പറയുന്നത് എവിടെയാണ്? ഫീസ് പറയുന്നത് റൂൾ 67 സബ് റൂൾ 10 ഓക്കെ, ഡിസ്പ്യൂട്ടിന്റെ ഫീസ് പറയുന്നത് എവിടെയാണ്? ഡിസ്പ്യൂട്ട് ഫീസ് പറയുന്നത് എവിടെയാണ്? റൂള് 67 സബ് റൂള് 10 ഫീസ് പറയുന്നത്. റൂൾ 67 സബ് റൂള് 10 ഫീസ് പറയുന്നത്. ഓക്കെ, ആ ഫീസ് എങ്ങനെയാ പറയുന്നത്? ഫീസ് പറയുന്ന മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 50 പൈസ ഫോർ എവരി ക്ലെയിം ഓഫ് ₹10. ഓരോ 10 രൂപയുടെ ക്ലെയിമിനും 50 പൈസ എന്ന നിരക്കിൽ. ഓക്കെ, ദ ഫീ ഫോർ ഡിസൈഡിംഗ് ദ ഡിസ്പ്യൂട്ട് ഓഫ് മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷാൾ ബി 50 പൈസ ഫോർ എവരി ക്ലെയിം ഓഫ് ₹10 ആണ്. എവരി ക്ലെയിം ഓഫ് ₹10. ഓരോ 10 രൂപയ്ക്കും 50 പൈസ എന്ന നിരക്കിൽ. ഫീസ് പറയുന്നത് എവിടെയാണ്? റൂൾ 67 സബ് റൂൾ 10. റൂൾ 67 സബ് റൂൾ 10 ഡിസ്പ്യൂട്ടിന് എന്ത് പറയുന്നത്? ഫീസ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The minimum of arbitration fee. Minimum of arbitration fee. Minimum എത്രയാണ്? ഓക്കെ, മിനിമം ഓഫ് ആർബിട്രേഷൻ ഫീ എന്ന് പറയുന്നത് എത്രയാ? ആ ഫീസിൽ പറയുന്നത് എങ്ങനെയാണ്? ഫീസ് പറയുന്നത് ശ്രദ്ധിച്ചോണം. ഫീസിൽ പറയുന്നത് എങ്ങനെയാണ്? റൂൾ 67 സബ് റൂൾ 10 പറയുന്നത് എങ്ങനെയാ? 50 പൈസ ഫോർ എവരി ക്ലെയിം ഓഫ് ₹10. ഓരോ 10 രൂപയുടെ ക്ലെയിമിനും 50 പൈസ എന്ന നിരക്കിൽ. മിനിമം 200, മാക്സിമം മിനിമം എത്രയാണ്? മിനിമം 200, മാക്സിമം 2000, അപ് ടു ₹1 lakh. ഓക്കെ, ഓരോ 10 രൂപയുടെ ക്ലെയിമിനും 50 പൈസ എന്ന നിരക്കിൽ. ഓക്കെ, മിനിമം 200 രൂപ, മാക്സിമം 2000, അപ് ടു ₹1 lakh,
ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എബോ റുപ്പീസ് 1 lakh ആണെങ്കിൽ, എബോ റുപ്പീസ് 1 lakh ആണെങ്കിൽ 5000. ഓക്കെ, 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ക്ലെയിം ആണെങ്കിൽ എത്രയാണ്? 5000 രൂപയാണ്. അപ്പൊ മാക്സിമം എത്രയാ? 5000. മിനിമം എത്രയാണ്? 200. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേക്കാം, 50 പൈസ ഫോർ എവറി ക്ലെയിം ഓഫ് ₹10. ഓരോ 10 രൂപയുടെ ക്ലെയിമിനും 50 പൈസ എന്ന നിരക്കിൽ മിനിമം 200 ആൻഡ് മാക്സിമം 2000 അപ് ടു ₹1 lakh. 1 ലക്ഷം രൂപ വരെയാണ് 2000. അപ്പൊ ഒരിക്കലും മാക്സിമം 2000 ഒന്നും കൊണ്ടിരിക്കരുത്. 1 ലക്ഷം രൂപ വരെ 2000, 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 5000. അപ്പൊ മാക്സിമം എത്രയാണ്? ഡിസ്പ്യൂട്ട് ഫീസ് എത്രയാ? 5000 രൂപയാണ്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അതാണ് ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം പറഞ്ഞു നോക്കിയേ, ദ മിനിമം ഓഫ് ആർബിട്രേഷൻ ഫീ എത്രയാ? ആർബിട്രേഷൻ ഫീയുടെ മിനിമം എത്രയാ? 200 രൂപ. മിനിമം എത്രയാ? 200 രൂപ. 200 ആണ്, മിനിമം 200 ആണ്. നമ്മളിപ്പോ പറഞ്ഞോളൂ, മിനിമം 200 രൂപയാണ് ആർബിട്രേഷൻ ഫീ. ദെൻ അടുത്തെന്താ പറഞ്ഞത്? മാക്സിമം ഓഫ് ആർബിട്രേഷൻ ഫീ ഈസ് ഡാഷ് അപ് ടു ദ കേസ് ഓഫ് എമൗണ്ട് അപ് ടു 1 lakh. നോക്കിക്കേ, 1 ലക്ഷം രൂപ വരെയാണ്. എത്രയാണ് ആർബിട്രേഷൻ ഫീ? എത്രയാ? 1 ലക്ഷം രൂപ വരെ എത്രയാണ്? 2000 ആണ്. നമ്മൾ പറഞ്ഞാണ് 2000. 1 ലക്ഷം രൂപ വരെ എത്രയാണ്? 2000. 2000 രൂപയാണ് 1 ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമുകളുടെ ഡിസ്പ്യൂട്ട് ഫീസ്. എത്രയാണ്? 2000 രൂപ. അടുത്തത്, ദ മാക്സിമം ആർബിട്രേഷൻ ഫീ എത്രയാണ്? ഈസ് റുപ്പീസ് ഡാഷ് ഇൻ ദ കേസ് ഓഫ് വാല്യൂ എബോ ₹1 lakh. 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, 1 ലക്ഷത്തിന് എബോ മുകളിലാണെങ്കിൽ പരമാവധി എത്രയാണ്? 5000 രൂപയാണ്. പരമാവധി 5000 രൂപ. മിനിമം 200, 1 ലക്ഷം രൂപ വരെ 2000, 1 ലക്ഷത്തിന് മുകളിൽ 5000. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മിനിമം 200, മാക്സിമം 5000. ഏത് ഫീസ്? ഡിസ്പ്യൂട്ടിന്റെ ഫീസ്. എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? 50 പൈസ ഫോർ എവറി ക്ലെയിം ഓഫ് ₹10, സബ്ജക്ട് ടു എ മിനിമം 200, മാക്സിമം 2000 അപ് ടു ₹1 lakh ആൻഡ് എബോവ് ₹1 lakh ഇറ്റ് ഈസ് 5000. അപ്പൊ മിനിമം 200, മാക്സിമം 5000 രൂപയാണ്. ഏതെന്ന് പറയുന്നത്? മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ ഫീസ്. പണപരമായ തർക്കം ആർക്കാ റെഫർ ചെയ്യേണ്ടത്? രജിസ്ട്രാർക്കാണ്. നമുക്കറിയാം, രജിസ്ട്രാർക്കാണ് മോണിറ്ററി ഡിസ്പ്യൂട്ട് റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫീ ഫോർ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന് ഫീസ് ഉണ്ട്. ഇതും റൂൾ 67 സബ് റൂൾ 10 പറയുന്നത് കേട്ടോ. റൂൾ 67 സബ് റൂൾ 10 പറയുന്നത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ ഫീസ് എത്രയാണ്? എത്രയാ ഫീസ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. പെറ്റീഷൻ ഫയൽഡ് ബൈ ദ എംപ്ലോയീസ്. ശ്രദ്ധിച്ചു കേൾക്കണം. പെറ്റീഷൻ ഫയൽഡ് ബൈ ദ എംപ്ലോയീസ്. ആ സംഘത്തിലെ എംപ്ലോയി ആണെങ്കിൽ, ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയി ആണ് പരാതി സമർപ്പിച്ചതെങ്കിൽ ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. പെറ്റീഷൻ ഫയൽഡ് ബൈ ദ എംപ്ലോയീസ് ആണെങ്കിൽ എത്രയാണ്? 1000 രൂപ. അടുത്തത്, ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ, എന്ത് പെറ്റീഷൻ ആണെങ്കിൽ? ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ, ഇലക്ഷൻ സംബന്ധമായ പെറ്റീഷൻ ആണെങ്കിൽ എത്രയാണ് ഫീസ്? 5000 ആണ്. 5000. ഇലക്ഷൻ സംബന്ധമായ പെറ്റീഷൻ എത്രയാണ്? 5000 രൂപ. ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി പറയുന്നുണ്ട്. ഇലക്ഷൻ സംബന്ധമായ തർക്കമാണെങ്കിൽ 5000 രൂപയാണ് ഫീസ്. ദെൻ അടുത്തത്, ഫീ ഫോർ പെറ്റീഷൻ അതർ ദാൻ ഇലക്ഷൻ ആൻഡ് എംപ്ലോയീസ്. ഇലക്ഷനും എംപ്ലോയീസും അല്ലാതെയുള്ള മറ്റ് പെറ്റീഷന്റെ ഫീസ് എന്ന് പറയുന്നത് അതർ പെറ്റീഷൻ എത്രയാണ്? 3000 രൂപയാണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ ഫീസ് നമ്മൾ പറയുന്നത്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് അതിന്റെ ഫീസാ പറയുന്നത്. അതിലൊന്ന്, എംപ്ലോയി ആണ് ഫയൽ ചെയ്താൽ, പെറ്റീഷൻ ഫയൽ ചെയ്താൽ 1000 രൂപ. ഓക്കെ, ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ 5000 രൂപ. അതർ പെറ്റീഷൻ ആണെങ്കിൽ, ഇതിൽ പെടാതെ വരുന്ന മറ്റു പെറ്റീഷൻസ് ആണെങ്കിൽ എത്രയാണ്? 3000 രൂപ. ഒന്നുകൂടെ പറയാം. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ ഫീസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ഷൻ പെറ്റീഷൻ 5000 രൂപ, പെറ്റീഷൻ ഫയൽഡ് ബൈ ദ എംപ്ലോയീസ് 1000 രൂപ, അതർ പെറ്റീഷൻസ് 3000 രൂപയാണ്. ഇതാണ് ഇലക്ഷൻ സംബന്ധമായ ഫീസ്. അത് മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാർക്കാണ്, നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ ഫീസാണ്. അത് എങ്ങോട്ട് അടക്കേണ്ടത്? നമ്മളിപ്പോ പഠിക്കും. എങ്ങോട്ട് അടക്കേണ്ടത്? ഗവൺമെന്റ് ട്രഷറിയിലേക്കാണ് അടക്കേണ്ടത്. എങ്ങോട്ട് അടക്കേണ്ടത്? ഗവൺമെന്റ് ട്രഷറിയിലേക്കാണ് അടക്കേണ്ടത്.
ഓക്കെ, അത് പറയുന്നുണ്ട് ഗവൺമെന്റ് ട്രഷറിയിലേക്കാണ് അടക്കേണ്ടത്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിസ്പ്യൂട്ടിന്റെ ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടോ? ഡിസ്പ്യൂട്ടിന്റെ ഫീസ് കൊടുക്കണ്ട എന്ന് ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി ഒഴിവാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഏത് സൊസൈറ്റിയാണ്? ഇഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് മജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഷെഡ്യൂൾഡ് കാസ്റ്റിലോ ഷെഡ്യൂൾഡ് ട്രൈബിലോ ഉൾപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം അംഗങ്ങള് ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബോ ആണെങ്കിൽ അവർ കൊടുക്കണ്ട. അതുകൂടാതെ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിസ്പ്യൂട്ടിന്റെ ഫീസ് കൊടുക്കണ്ട. ഏതൊക്കെയാണ്? ഇഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് മജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു SC/ST ആൻഡ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദ പേയ്മെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഫീസ് ആണ്. അവരെന്ത് ഫീസ് കൊടുക്കണ്ട? ഡിസ്പ്യൂട്ടിന്റെ ഫീസ് കൊടുക്കണ്ട. ഓക്കെ, SC/ST സൊസൈറ്റിയും സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങോട്ടാ കൊടുക്കേണ്ടത്? അതാണ് ഇതിനകത്ത് പറയുന്നത്. എങ്ങോട്ടാ കൊടുക്കേണ്ടത്? ദ ആർബിട്രേഷൻ ഫീ ഷാൾ ബി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ടു. എങ്ങോട്ടാ അടക്കേണ്ടത് ആർബിട്രേഷൻ ഫീസ്? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങോട്ടാ അടക്കേണ്ടത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്ങോട്ടാ അടക്കേണ്ടത്? ഗവൺമെന്റ് ട്രഷറിയിലേക്കാണ് അടക്കേണ്ടത്. എങ്ങോട്ടാ അടക്കേണ്ടത്? ഗവൺമെന്റ് ട്രഷറിയിലേക്കാണ് അടക്കേണ്ടത്. ഗവൺമെന്റ് ട്രഷറിയിലേക്കാണ് ഈ ഫീസ് അടക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ വാസ് പാസ്ഡ് ഇൻ. ഇതാണ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ. ഏത് വർഷമാണ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ? നമുക്കറിയാം 1908 1908 കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ. 1908. ഓക്കെ, കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 ജാനുവരി 1909. പ്രാബല്യത്തിൽ വന്നത് ജാനുവരി 1, 1909 കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ. ഓക്കെ, പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ ഇതും പ്രകാരമാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് രജിസ്ട്രാർക്കോ സിവിൽ കോടതിയുടെ അധികാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ വർഷം ഏതാണ്? 1908 വർഷം. പാസാക്കിയ വർഷം കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 ജാനുവരി 1909 കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഷാൾ അസസ് ദ ബിസിനസ് ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പീരിയോഡിക്കലി. നമ്മൾ പറഞ്ഞ കാര്യമാണ്. റൂൾ 67 സബ് റൂൾ 12 പറയുന്നുണ്ട്. റൂൾ 67 സബ് റൂൾ 12 പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ പെർഫോമൻസ്, അവരുടെ ബിസിനസ് പീരിയോഡിക്കലായിട്ട് സമയാസമയങ്ങളിൽ വിലയിരുത്തും. ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? അയാൾ തന്നെ. ആരാ അപ്പോയിന്റ് ചെയ്തത്? ഗവൺമെന്റ് ആണ്. ഓക്കെ, ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പെർഫോമൻസ് ആര് വിലയിരുത്തും? ഗവൺമെന്റ് ആണ് വിലയിരുത്തുന്നത് പീരിയോഡിക്കലായിട്ട്. അതെവിടെ പറയുന്നത്? റൂള് 67 സബ് റൂള് 12 പറയുന്നത്. ഗവൺമെന്റ് ആണ് ഇവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നത്. ആരുടെ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെയും അതുകൂടാതെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെയും പെർഫോമൻസ്, ബിസിനസ് അത് അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. അതെവിടെയാ പറയുന്നത്? റൂള് 67 സബ് റൂള് 12 പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, mode of communication of orders and decisions in the deciding dispute specified in rule. ഓക്കെ, അതായത് ഉത്തരവ്, അതായത് അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് ഇല്ലേ, ഇത് ഏത് രീതിയിലാണ് അതിലെ പാർട്ടീസ് പ്ലെയിന്റിഫിനോടായിക്കോട്ടെ ഡിഫൻഡന്റിനോടായിക്കോട്ടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അത് പറയുന്ന റൂൾ ഏതാ? റൂൾ 68. റൂള് 68, മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡേഴ്സ്. ഏത് രീതിയിലാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെയോ രജിസ്ട്രാറുടെയോ ഉത്തരവ് ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന എവിടെയാണ്? റൂള് 68. റൂൾ 68. റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് എവിടെയാണ്? റൂൾ 67. റൂൾ 67 റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ അവാർഡ് ഓൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷാൾ ബി സെൻഡ് ബൈ ഡാഷ് ടു ദ ആപ്ലിക്കന്റ്. പറയുന്ന ഓക്കെയാണ്, കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്, തീരുമാനം എടുക്കുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കന്റ് ഇത് അയച്ചു കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? രജിസ്ട്രാർ ആണ്. ഓക്കെ, പണപരമായ തർക്കത്തിന്മേൽ തീരുമാനം എടുക്കുന്ന ആരാ? രജിസ്ട്രാറാ. അതുകൊണ്ട് തന്നെ അതിന്റെ ആപ്ലിക്കന്റിന് ആ ഓർഡറിന്റെ പകർപ്പ് അയച്ചു കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? രജിസ്ട്രാർ ആണ്. നേരെ മറിച്ച് നോൺ മോണിറ്ററി ആണെങ്കിൽ ആരാ അയച്ചു കൊടുക്കേണ്ടത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. കാര്യം അത് ഹിയർ ചെയ്ത ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. അപ്പൊ ആ വിധി, ആ ഓർഡർ അത് ആപ്ലിക്കന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാർക്കാണ്, നോൺ മോണിറ്ററി ആണെങ്കിൽ ആർക്കാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ അവാർഡ് ഓൺ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്.
നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന്മേലുള്ള അവാർഡ് ആണെങ്കിൽ ആരാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ആരാണ്? ആർബിട്രേഷൻ കോർട്ടാണ്. കാര്യം അത് ഹിയർ ചെയ്ത ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. മോണിറ്ററി ഹിയർ ചെയ്ത ആരാണ്? രജിസ്ട്രാർ ആണ്. അതുകൊണ്ടാണ് രജിസ്ട്രാർ അയച്ചു കൊടുക്കുന്നത്. ഇത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറയുന്നത്? റൂൾ ഏതാ? റൂൾ 68 അത് മറന്നു പോയത്. റൂൾ 68 മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ അത് പറയുന്നത് റൂള് 68 68 ഓർത്ത് വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അവാർഡ് ഡിസിഷൻ ഓർ ഓർഡർ പാസ്ഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് or the registrar shall be sent to the applicant or defendant by registered post. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവാർഡോ ഡിസിഷനോ ഓർഡറോ അത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പാസ്സാക്കിയതായിക്കോട്ടെ അല്ലെങ്കിൽ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്തതായിക്കോട്ടെ, അത് ആർക്ക് അയച്ചു കൊടുക്കണം? സെൻഡ് ടു ദ ആപ്ലിക്കന്റ്. ആപ്ലിക്കന്റ് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഡിഫൻഡന്റിന് അയച്ചു കൊടുക്കണം. എങ്ങനെ അയച്ചു കൊടുക്കണം? ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ്, ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി വേണം ഈ ഉത്തരവ് മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാർ അയച്ചു കൊടുക്കാൻ, നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അയച്ചു കൊടുക്കാൻ. ആർക്ക്? ആപ്ലിക്കന്റിനോ ഡിഫൻഡന്റിനോ, രണ്ടുപേർക്കും അയച്ചു കൊടുക്കണം. ഓക്കെ, അത് പറയുന്ന റൂൾ ഏതാണ്? അതാണ് ചോദ്യം. ഇത് പറയുന്ന റൂൾ ഏതാണ്? അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഓർഡർ അയക്കേണ്ടത് എങ്ങനെയാണ്? രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി വേണം അയക്കാൻ. അത് മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാർ അയച്ചു കൊടുക്കണം, നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, അത് പറയുന്ന റൂൾ ഏതാ? റൂൾ 68 നമ്മൾ പറഞ്ഞാണ്. റൂൾ 68 മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ, റൂൾ 68. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, one copy of, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. one copy of the award shall be retained in the file concerned and kept intact for a period of dash years. ഈ വിധിയുടെ ഒരു പകർപ്പ് ഫയലിൽ സൂക്ഷിക്കണം. ഓക്കെ, intact കേടുപാടുകൾ കൂടാതെ, for a period of dash years. എത്ര വർഷം വരെയാണ്? എത്രയാണ്? 12 വർഷം വരെയാണ്. 12 years ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 12 years. ഓക്കെ, വിധിയുടെ പകർപ്പ് ഇൻടാക്ട് കേടുപാടുകളൊന്നും കൂടാതെ സൂക്ഷിക്കണം. എത്ര വർഷം വരെ സൂക്ഷിക്കണം? 12 വർഷം വരെ സൂക്ഷിക്കണം. 12 വർഷം വരെ. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? 12 ആണ് ആൻസർ. 12 വർഷം വരെയാണ് വിധിയുടെ പകർപ്പ് സൂക്ഷിക്കേണ്ടത്. 12 വർഷം വരെ. ഓക്കെ, 12 years ആണ് ആൻസർ കേട്ടോ. 12 year വിധിയുടെ പകർപ്പ് സൂക്ഷിക്കേണ്ടത് 12 year വരെയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The dash shall constitute cooperative ombudsman. The dash shall constitute cooperative ombudsman. നമുക്കറിയാം കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 69A ആണ്. കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സെക്ഷൻ 69A ആണ്. ഇതാരാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആരാണ്? ഗവൺമെന്റാ കേട്ടോ, ഗവൺമെന്റ് ആണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റാ. നേരെ മറിച്ച് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആയിരുന്നെങ്കിലോ അത് RBI ആണ്. നമ്മുടെ ചോദ്യം ഏതാ? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഗവൺമെന്റാ. കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം ആരാ ഡ്രാഫ്റ്റ് ചെയ്തത്? ഗവൺമെന്റ് ആണ്. സെക്ഷൻ 69A പ്രകാരം 69A. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, the dash scheme framed by the government with the object of enabling redressal of complaints relating to deficiency in banking or other service rendered by cooperative societies dealing with banking activities. ഓക്കെ, ബാങ്കിങ് സേവനങ്ങൾ ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്, ബാങ്കിങ് സേവനങ്ങൾ ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവർ നൽകുന്ന ബാങ്കിങ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആവലാതികളോ പരാതികളോ ഉണ്ടെങ്കിൽ, ഓക്കെ, അതിനുള്ള പരാതി ആർക്കാണ് കൊടുക്കേണ്ടത്? അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഏത് സ്കീമാണ് തയ്യാറാക്കിയിട്ടുള്ളത്? എന്ത് സേവനം? ബാങ്കിങ് സേവനങ്ങൾ ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവർ നൽകുന്ന ബാങ്കിങ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരാതികളോ ആവലാതികളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു സ്കീം തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്കീമിന്റെ പേരെന്താണ്?
കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്നാണ്. എന്താ അതിന്റെ പേര്? കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം സെക്ഷൻ 69A സബ്സെക്ഷൻ 1 ഇത് പറയുന്നുണ്ട്. സെക്ഷൻ 69A സബ്സെക്ഷൻ 1. ഗവൺമെന്റ് ആണ് ഈ സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം ഏത് വർഷം മുതൽ? 2010 മുതൽ ഈ സ്കീം ഉണ്ട്. 2010 മുതൽ കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. ആരാ ഈ സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഗവൺമെന്റ് ആണ്. എന്താ ഈ സ്കീമിന്റെ ഉദ്ദേശം? ടു എനേബിളിംഗ് റിഡ്രസൽ ഓഫ് കംപ്ലൈന്റ്സ്. റിഡ്രസൽ, പരാതി പരിഹാരം. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഇൻ ബാങ്കിങ് സർവീസ് പ്രൊവൈഡഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നൽകുന്ന ബാങ്കിങ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ സ്കീം തയ്യാറാക്കിയിട്ടുള്ളത്. എന്താ സ്കീമിന്റെ പേര്? കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. ഈ സ്കീം പ്രകാരം ഒരാളെ ഓംബുഡ്സ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരെ ഓംബുഡ്സ്മെൻ ആയിട്ടോ ആർക്ക് അപ്പോയിന്റ് ചെയ്യാം? ഗവൺമെന്റിന് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സെക്ഷൻ 69A സബ്സെക്ഷൻ 1 കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. ആരാ സ്കീം തയ്യാറാക്കിയിട്ടുള്ളത്? ഗവൺമെന്റ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The term of office of ombudsman or ombudsman. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ കാലാവധി എത്ര നാളാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാലാവധി എത്ര നാളാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതാണ് ആൻസർ. 3 വർഷം 3 years അല്ലെങ്കിൽ 65 വയസ്സ്. 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ്. ഓർത്തു വെച്ചേക്കണം. 3 or 65. വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതിൽ ഏതാണോ ആദ്യം അതുവരെയാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെയോ ഓംബുഡ്സ്മെന്റെയോ കാലാവധി. എവിടെയാ പറയുന്നത്? സെക്ഷൻ 69A 3 പറയുന്നത്. സെക്ഷൻ 69A 3. കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The ombudsman or ombudsman shall be a person or persons having minimum -years of bar experience and having experience and expertise in banking or cooperative field. Okay, ombudsman അല്ലെങ്കിൽ ombudsman എത്ര വർഷം ബാർ എക്സ്പീരിയൻസ് വേണം? മിനിമം 10 വർഷം ബാർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 10 വർഷം ബാർ എക്സ്പീരിയൻസ്. അതുകൂടാതെ എക്സ്പീരിയൻസ് ഉണ്ടാവണം, എക്സ്പെർട്ടൈസ് ഉണ്ടാവണം. ഏത് മേഖലയിലെ? ബാങ്കിങ് മേഖലയിലോ കോപ്പറേറ്റീവ് മേഖലയിലോ. ഓക്കെ, ബാങ്കിങ് മേഖലയിലോ കോപ്പറേറ്റീവ് മേഖലയിലോ എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് എക്സ്പെർട്ടൈസ് ഉള്ള മിനിമം 10 വർഷം ബാർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ഓംബുഡ്സ്മാൻ ആയിട്ടോ ഓംബുഡ്സ്മെൻ ആയിട്ടോ അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, എവിടെ ഇത് പറയുന്നത്? സെക്ഷൻ 69A 4 പറയുന്നത്. സെക്ഷൻ 69A 4. 69A സബ്സെക്ഷൻ 4 പറയുന്നത്. മിനിമം 10 വർഷം ബാർ എക്സ്പീരിയൻസ് ആൻഡ് ഹാവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ് ഫീൽഡ് ആസ് വെൽ ആസ് ഇൻ കോപ്പറേറ്റീവ് ഫീൽഡ്. എത്ര വർഷ കാലാവധി? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതിൽ ഏതാണോ ആദ്യം അതുവരെയാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The cooperative ombudsman shall be under the control of dash. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡാഷ്. ആരുടെ കീഴിലാണ് ഓംബുഡ്സ്മാൻ? ആരുടെ കീഴില? സെക്ഷൻ 69A സബ്സെക്ഷൻ 6 പറയുന്നുണ്ട്. സെക്ഷൻ 69A സബ്സെക്ഷൻ 6 പറയുന്നുണ്ട് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ആരാണ്? ഗവൺമെന്റ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആരുടെ കീഴിലാണ്? അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് കീഴിലാണ് ആര്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ആർബിട്രേറ്റർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ഡാഷ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ആർബിട്രേറ്റർ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ആരാണ്? രജിസ്ട്രാർ ആണ്. ആർബിട്രേറ്റർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ രജിസ്ട്രാർ. ആർബിട്രേറ്റർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ രജിസ്ട്രാർ. ഏതും പ്രകാരം? സെക്ഷൻ 74C പ്രകാരം. 74C നമ്മൾ ഓൾറെഡി എടുത്ത ഏരിയ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ അവാർഡ് ഓർ എനി ഓർഡർ
passed by the arbitrator shall be forwarded to dash in duplicate along with all papers and proceedings of the dispute. ഇതാണ് ആർബിട്രേറ്റർ ഇഷ്യൂ ചെയ്ത അവാർഡ്. അത് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? എങ്ങനെ? ഇൻ ഡ്യൂപ്ലിക്കേറ്റ്, 2 കോപ്പി അയച്ചു കൊടുക്കണം. എലോങ് വിത്ത്, ഇതുമായിട്ട് വന്ന എല്ലാ പേപ്പറും എല്ലാ നടപടിക്രമങ്ങളും ഉൾപ്പെടെ, പ്രൊസീഡിങ്സ് ഉൾപ്പെടെ ആർക്ക് അയച്ചു കൊടുക്കണം? ഡ്യൂപ്ലിക്കേറ്റഡ് ആർക്ക് അയച്ചു കൊടുക്കണം? രജിസ്ട്രാർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. കാര്യം ഞാൻ പറഞ്ഞു, ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ആർബിട്രേറ്ററുടെ ഓർഡർ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആർബിട്രേറ്റർ എന്ന് പറയുന്ന ആരായിരിക്കണം? രജിസ്ട്രാറുടെ അതേ പോസ്റ്റിലുള്ള ആളോ അതിന് മുകളിലുള്ള വ്യക്തിയോ ആവാൻ പാടില്ല, അതിന് താഴെയുള്ള വ്യക്തി ആയിരിക്കണം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആർബിട്രേറ്റർ തയ്യാറാക്കുന്ന അവാർഡ് അല്ലെങ്കിൽ ഓർഡർ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അതിന്റെ എല്ലാ പേപ്പറുകളും എല്ലാ പ്രൊസീഡിങ്സും ഉൾപ്പെടെ ആർക്ക് അയച്ചു കൊടുക്കണം? രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. ഇത് പറയുന്നത് റൂൾ 67 സബ് റൂൾ 8B എവിടെ പറയുന്നത്? റൂൾ 67 സബ് റൂള് 8B ക്ലോസ് B പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ. കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ എന്തുകൊണ്ടാണ് ഈ ആക്ട് വന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഡിസ്പ്യൂട്ടിനുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ, ഡിസ്പ്യൂട്ടിനെ സംബന്ധിക്കുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിനകത്ത് എന്തുണ്ടാവണം? കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഉണ്ടാവണം. ഓക്കെ, അത് പറയുന്നതാണ് ഏത് ആക്ട്? കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ട്. ഏത് വർഷമാണ്? 1959. ഏത് വർഷമാണ്? കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ട് പാസ്ഡ് ഇൻ 1959. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട്, പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻ ഓഫ് ഡിസ്പ്യൂട്ട് ഡീൽസ് ഇൻ റൂൾ ഡാഷ്. നമ്മൾ പറഞ്ഞാണല്ലേ, റഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട്, പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻ ഓഫ് ഡിസ്പ്യൂട്ട്. ഒരിക്കൽ എക്സാമിന് ചോദിച്ചാണ്. റൂൾ ഏതാണ്? റൂൾ 67. റൂള് 67. റൂൾ 68 എന്താ? മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ ആണ്. രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കണമെന്ന് പറയുന്നത് എവിടെയാണ്? റൂൾ 68. ഓക്കെ, ഡിസ്പ്യൂട്ട് റെഫർ ചെയ്യുന്നതും അതിന്റെ എക്സ്പെൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിസിഷൻ ഓൺ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണ്? റൂള് 67. റൂൾ 67 വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂൾ 67. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ റൂൾ ഡാഷ് ദ പ്രൊസീഡിങ്സ് ബിഫോർ ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓർ രജിസ്ട്രാർ or such other person deciding the dispute or the arbitrator, legal practitioner shall not be entitled as a matter of right to appear to represent parties. അതായത് ഡിസ്പ്യൂട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത്, ഡിസ്പ്യൂട്ട് ഹിയർ ചെയ്യുന്ന സമയത്ത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആയിക്കോട്ടെ, രജിസ്ട്രാർ ആയിക്കോട്ടെ, മറ്റ് അതോറിറ്റീസ് ഏതാണ്? ഡിസൈഡിങ് ഡിസ്പ്യൂട്ട്, അവർക്ക് മുമ്പാകെ ലീഗൽ പ്രാക്ടീഷണർ അതായത് അഡ്വക്കേറ്റുമാർക്ക് ഒരു റൈറ്റ് എന്ന രീതിയിൽ, അവകാശം എന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ പാടില്ല. പറയുന്നുണ്ട് ലീഗൽ പ്രാക്ടീഷണർ ഷാൾ നോട്ട് ബി എൻടൈറ്റിൽഡ്. ലീഗൽ പ്രാക്ടീഷണർ ഷാൾ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു അപ്പിയർ. ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് ടു റെപ്രസെന്റ് പാർട്ടീസ്. പാർട്ടികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ ആർബിട്രേഷൻ കോർട്ടോ രജിസ്ട്രാറോ അല്ലെങ്കിൽ മറ്റ് അതോറിറ്റീസിന് മുമ്പാകെ ലീഗൽ പ്രാക്ടീഷണർക്ക് അപ്പിയർ ചെയ്യുന്നതിന് റൈറ്റ് അല്ല, ഒരു അവകാശമല്ല. ഓക്കെ, ഇവർക്ക് മുമ്പാകെ കക്ഷികൾക്ക് വേണ്ടി ഹാജരാകാൻ വേണ്ടിയിട്ട് ലീഗൽ പ്രാക്ടീഷണേഴ്സിന് ഒരു റൈറ്റ് ഇല്ല എന്ന് പറയുന്ന റൂൾ ഏതാണ്? റൂള് 67 സബ് റൂള് 11. എവിടെയാ പറയുന്നത്? റൂള് 67 സബ് റൂള് 11 പറയുന്നത്. എന്താ പറയുന്നത്? ആസ് പെർ റൂള് 67 സബ് റൂള് 11, the proceedings before the cooperative arbitration court or registrar or such other person deciding the dispute or the arbitrator, legal practitioners shall not be entitled as a matter of right to appear to represent parties. കക്ഷികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ലീഗൽ പ്രാക്ടീഷണർ ഹാജരാകാമെന്നുള്ള അവകാശം ഇവിടെ ബാധകമല്ല, അത് റൈറ്റ് അല്ല എന്ന് പറയുന്നത് ഏത് റൂളിലാണ്? റൂൾ 67 സബ് റൂള് 11 പറയുന്നത്. റൂൾ 67 സബ് റൂള് 11. ഓക്കെ.